തമിഴിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ വന്നിട്ടുണ്ട്. ഒരു പെട പൊളിറ്റിക്കൽ ത്രില്ലർ. നമ്മുടെ വിജയ് ആന്റണിയുടെ സിനിമയാണ്. മാർഗനെ പറ്റിയിട്ടല്ല സംസാരിക്കുന്നത്. ഇത് ശക്തി തിരുമകൻ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ, ഇതിൽ അഭിനയിച്ചത് അങ്ങേരാണ്, മ്യൂസിക് ഡയറക്ടർ അങ്ങേരാണ്. ഒജി വിജയ് ആന്റണി ഈസ് ബാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കിടു, വേറെ ഒന്നും പറയില്ല, കിടു പടമാണ്. അതായത് ഇപ്പൊ വിജയ് ആന്റണിയുടെ മാർഗൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതൊരു നൈസ് ത്രില്ലറാണ്, വെറൈറ്റി സാധനമാണ്. ആൻഡ് ഇത് ഒരു കിടു പടമാണ്, അടിപൊളി സിനിമയാണ്. പക്ഷെ സിനിമ ഇറക്കിയ സ്ഥലം മാറിപ്പോയി. തമിഴ് ഓഡിയൻസ് ഈ സിനിമയും തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ഇത് എനിക്ക് തോന്നുന്നു ബ്രേക്ക് ഈവൻ പോലും അച്ചീവ് ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ കോണ്ടന്റ് ബേസ്ഡ് പടങ്ങളൊന്നും അവിടെ കാണാൻ ആളില്ല. എന്നാ കോമാളിത്തരം കോപ്രായത്തരം വല്ലവന്റെ കൊച്ചിനെ എടുത്ത് വളർത്തുന്ന ഊളപ്പടങ്ങളൊക്കെ അവിടെ 100 കോടി 150 കോടി, കൂടുതലൊന്നും പറയാനില്ല. മെയ് അഴകനെ തല്ലിപ്പറഞ്ഞ ആൾക്കാരാണ്. സോ കൂടുതലൊന്നും പ്രതീക്ഷിക്കണം. ഈവൻ അംബാനി ആളുടെ കംപ്ലീറ്റ് സ്വത്ത് വെച്ചിട്ട് ഒരു പടം എടുത്താലും മെയ് അഴകന്റെ ലൈഫ് കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. സോ മൂവീസ് ലൈക്ക് മെയ് അഴകൻ ഹാപ്പൻസ് വൺസ് ഇൻ എ ലൈഫ് ടൈം, വൺസ് ഇൻ എ മന്ത്, വൺസ് ഇൻ എ ഇയർ, വൺസ് ഇൻ എ ലീപ്പ് ഇയർ. ആ സാധനം അല്ല. വല്ലപ്പോഴും ജീവിതകാലത്തിൽ ഇറങ്ങിയ ആയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ സിനിമയെ തള്ളിപ്പറഞ്ഞവര് ഇങ്ങനത്തെ പടത്തിനെ സപ്പോർട്ട് ചെയ്യും? നോ, നെവർ. ടോയ്ലറ്റ് പേപ്പറിന് പോലും വേണ്ടാത്ത ബാക്കി ഇൻഡസ്ട്രിയിലുള്ള ചവറുകളൊക്കെ ഇവര് പൊക്കി അടിക്കുന്ന കാണുമ്പോ ഞാൻ ഒന്നും പറയില്ല. സോ നമുക്ക് ശക്തി തിരുമകനെ പറ്റി സംസാരിക്കാം. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൈറ്റിൽ കാർഡ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള അങ്ങേരെ ഇൻട്രോ, ആൻഡ് അത് കഴിഞ്ഞിട്ട് മൂപ്പര് റീ ഇൻട്രോ ഉണ്ട് വിത്ത് ഒരു പെട്ട BGM. അതായത് ഇങ്ങേരുടെ ഇൻഫ്ലുവൻസ് എന്താണ്, അതേപോലെ തന്നെ